വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതിനെ ന്യായീകരിച്ചു കാന്തപുരം വിഭാഗം. കാറിൽ കയറ്റിയത് സാങ്കേതികം മാത്രം, അതിന് പ്രാധാന്യം കൊടുക്കേണ്ടെന്നും സമുദായങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംബന്ധിച്ച കണക്ക് സർക്കാർ ധവളപത്രമായി പുറത്തിറക്കണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. കാറിൽ കയറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു സാങ്കേതികം മാത്രമാണ്. അത് അത്ര ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമെന്ന് തോന്നുന്നില്ല. കാര്യങ്ങൾ സർക്കാരിന് അന്വേഷിച്ച് ധവളപത്രം ഇറക്കാനോ ഓരോരുത്തർക്കും കൊടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുബന്ധ കാര്യങ്ങൾക്ക് സർക്കാർ പറയട്ടെ, അന്വേഷിച്ച് പറയട്ടെ. എ.പി. അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും. പിണറായി വിജയനാകും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് വലിയ ചർച്ചയൊക്കെയായിരുന്നു. ഇതിൽ കാന്തപുരം വിഭാഗത്തിന്റെ ഈ പ്രതികരണത്തെ എങ്ങനെ കാണാം? ശ്രുതി, കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയുടെ സമാപനം മറ്റന്നാൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനമാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി മുഹമ്മദ് ഫൈസി നടത്തിയത്. അതിനിടയിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറത്തെക്കുറിച്ചും മറ്റു വർഗീയ പരാമർശത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉണ്ടായത്. ആദ്യം വ്യക്തിപരമായി ഒരാളെയും എതിർക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതിനുശേഷമാണ് അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെ നിലപാട് എന്താണ് എന്ന ചോദ്യത്തിനാണ് അത് വെറും സാങ്കേതികമായ കാര്യമാണ് എന്ന അതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള മറുപടി അദ്ദേഹം നൽകിയത്. മറ്റന്നാൾ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഒരുമിച്ച് പങ്കെടുക്കും എന്നും നേതാക്കൾ അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശൻ മലബാറിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഓരോ മതസ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ മതസംഘടനകൾക്കും ലഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഒരു ധവളപത്രം സംസ്ഥാന സർക്കാർ പുറത്തിറക്കണം എന്ന ആവശ്യവും കേരള മുസ്ലിം ജമാഅത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും വിവാദത്തെ ന്യായീകരിച്ചിരിക്കുകയാണ് കാന്തപുരം വിഭാഗം. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.